ഏതോ വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഇറാനെക്കുറിച്ച് തന്നെയാണ്. അമേരിക്കയും നമ്മളെപ്പോഴും പറയാറുണ്ട് യുദ്ധം വരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്ന സന്നാഹങ്ങളെല്ലാം റെഡിയാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെപ്പോഴും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ ഖാംനിയെ വന്ന് നേരിട്ട് പൊതുജനങ്ങളോട് സംസാരിച്ചതിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. യുദ്ധം വന്നു കഴിഞ്ഞാൽ നേരിടാൻ ഇറാൻ തയ്യാറാണ് എന്നൊരു സൂചന ഇറാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ ഒന്നാകെ വലിയൊരു യുദ്ധഭീഷണി നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഒന്നാകെ ആ യുദ്ധം പടർന്നു പിടിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അമേരിക്കയുടെ സൈനിക താവളങ്ങളും മറ്റ് സഖ്യകക്ഷികളും ഒക്കെ ഭീഷണിയിൽ തന്നെയാണ്. തങ്ങളുടെ കീഴെ വരുന്നവരെല്ലാവരും അത്തരത്തിൽ വരുന്ന തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഭീഷണിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒന്ന് കരുതിയിരുന്നുള്ളൂ എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ തീർച്ചയായും ഒരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. ഒരു വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ മാറുമെന്ന് ഉറപ്പല്ലേ ഇപ്പോൾ? വിദ്യ, ഇതിൽ നമ്മൾ നോക്കുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ചാണ്. അതായത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ കടന്നുകയറ്റങ്ങളിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലൊരു തിരിച്ചടി ഈ സമീപകാലത്തൊന്നും അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ട്രംപിന് മുകളിലുള്ള ജോ ബൈഡൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പശ്ചിമേഷ്യയിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഗസയിലേക്ക് കടന്നു കയറാനുള്ള സകല പിന്തുണയും ഇസ്രായേലിന് നൽകുകയും അമേരിക്ക പറയുന്നത് പോലെയുള്ള പല നീക്കങ്ങളും ഗസയിൽ ഇസ്രായേലിന് നടത്തി അവർക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ള. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ വധിക്കുക, അതിൻ്റെ കുറേ ഭാഗങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പലസ്തീനെ ഒരു രാജ്യമായി വളരാൻ അനുവദിക്കാത്ത വിധത്തിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർത്തു തരിപ്പണമാക്കുക. അങ്ങനെയുള്ള കുറേ നീക്കങ്ങളിൽ അമേരിക്കയുടെ പല താല്പര്യങ്ങളും അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. പരിപൂർണ്ണ വിജയമൊന്നും അല്ലെങ്കിലും അമേരിക്ക കരുതിയതുപോലെയുള്ള യുദ്ധവും ആ തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടായി. അതുമാത്രമല്ല, അമേരിക്ക ഇതിനു മുമ്പ് ഇറാഖ് അധിനിവേശം നടത്തിയപ്പോഴും അഫ്ഗാനിലേക്ക് അധിനിവേശം നടത്തിയപ്പോഴും ഒന്നും ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടിരുന്നില്ല. പക്ഷേ ഇവിടെ തുടങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളൊരു തിരിച്ചടിയാണ് ഇറാൻ കൊടുക്കുന്നത്. അതായത് പശ്ചിമേഷ്യയുടെ സ്ട്രക്ചർ മാറുകയാണ്. അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള നിരവധി അറബ് രാജ്യങ്ങളുള്ള പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സൗഹൃദമുള്ള ഏറ്റവും അവരുടെ പ്രോക്സി രാജ്യമെന്ന് പറയാവുന്ന ഇസ്രായേൽ സജീവമായി നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം തീരുമാനിച്ച് അത് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയിട്ട് അത് തുടങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അമേരിക്ക മാറുകയാണ്. അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേറിട്ട കാഴ്ച, അല്ലെങ്കിൽ ഒരു പുതുമയുള്ള കാഴ്ച എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ട്രംപ് ഇപ്പോൾ പതുക്കെ തടിയൂരാനുള്ള ശ്രമമാണ്. ഇന്നലെ പല മാധ്യമങ്ങൾ, ഇപ്പം നമ്മൾ പറയുന്ന പല വാർത്തകളും ഇന്ന് രാവിലെ 24 ന്യൂസും മീഡിയ വണ്ണും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വാർത്താ ഏജൻസികളുടെ ന്യൂസ് ഫീഡ് വഴി നമുക്ക് നേരത്തെ കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മളതിൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇന്നലെ ലഭിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത്, അത് സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളോ ഒന്നും കാര്യമായി ചെയ്ത് കണ്ടില്ല. അതെന്ന് പറയും, ഇന്നലെ അടിയന്തരമായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു നിർണായകമായ യോഗം ചേർന്നിരുന്നു. ആ യോഗം എന്ന് പറയുന്നത് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധ സാഹചര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നേരിട്ട് ആദ്യഘട്ടത്തിൽ ഇറങ്ങില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. കാരണം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ മണ്ണിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളവരാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒരടി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഉറപ്പാണത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഭീതി എന്ന് പറയുന്നത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു, അതുപോലെ തന്നെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആണവ പരീക്ഷണം നടത്തി ഇറാൻ ഇസ്രായേലിനേക്കാൾ വലിയൊരു രാജ്യം, ഒരു പവർ സെൻറ്ററായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആണവ ഊർജ്ജമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള മുന്നേറ്റം ഇറാനുണ്ടാവും. ഒന്നാമത്, ഇറാനിൽ ഈ ലോകത്ത് തന്നെ എണ്ണ ശേഖരത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. 2-3 സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അത്രയധികം എണ്ണശേഖരമുള്ള ഇറാൻ ഈ സാങ്കേതികമായി വളരെയധികം മെച്ചപ്പെട്ടു വരുന്നു. അവരുടെ ഈ പറയുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നു. അവരുടെ ഇൻഡസ്ട്രിയൽ ഏരിയ വലിയ തോതിൽ മുന്നോട്ട് വരുന്നു. അവരുടെ ഡിഫൻസ് മേഖല വലിയ
തോതിൽ മുന്നോട്ട് വരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ സെക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളൊക്കെ അവരുടെ വ്യാവസായികമായ വളർച്ചയ്ക്കൊപ്പം ഉയർന്നു വരുന്നു എന്ന നിലയിലേക്ക് വന്നാൽ അത് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ അപ്രമാദിത്വത്തിനുള്ള തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ തന്നെ സൈനികമായി ഇസ്രായേലിനെ വെല്ലാവുന്ന തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളുടെ അഭാവം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും ഇറാൻ വളരെ വലുതാണ്. ഇറാനെ സംബന്ധിച്ച് 4 സബ്മറൈനുകൾ, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം, ഡ്രോണുകളുടെ ശേഖരം, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയ ശേഖരം, റഷ്യയുടെ ടെക്നോളജി സപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളിലും വലിയ മുന്നേറ്റം ഇറാനുണ്ട്. അവരുടെ ഊർജ്ജ പ്രതിസന്ധിയാണ് പല മേഖലകളിലും അവർക്ക് തകർച്ചയായി നിൽക്കുന്നത്. സാമ്പത്തികമായി അമേരിക്കയുടെ ഉപരോധം നിമിത്തം വലിയ തകർച്ചകൾ വന്നിട്ടുണ്ട് ഇറാനെങ്കിലും മാറിയ ഒരു ശാക്തിക ചേരിയുടെ ഒരു മാറ്റമുണ്ടായതോടെ ചൈന സാമ്പത്തികമായി ഇറാനെ സഹായിക്കാൻ തയ്യാറാണെന്ന് വാർത്തകൾ വന്നിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്കാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് സാമ്പത്തികമായൊരു ഉന്നമനം കൂടി ഉണ്ടായി. ഊർജ്ജ പ്രതിസന്ധി ഈ ആണവ പരീക്ഷണങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെട്ടാൽ പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന് ഒരിക്കലും പിന്നെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അമേരിക്ക വഴി ഇറാൻ്റെ വെല്ലുവിളിയെ തടയാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യം വരും. ഇറാൻ ശക്തമായി കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ശക്തമാകും. പിന്നെ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകുന്നതടക്കമുള്ള നടപടികളിലേക്ക് ആവശ്യമായ നീക്കങ്ങൾ ഇറാൻ നടക്കും. അങ്ങനെ ദൂരവ്യാപകമായി ഇറാൻ കരുത്താർജിച്ചാൽ ഒരുപാട് പ്രതിസന്ധികൾ ഇസ്രായേലിനെ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ കരുത്താർജിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഇറാൻ കരുത്താർജിക്കുന്നു എന്ന് ലോകം അറിഞ്ഞത് ഇസ്രായേൽ പറഞ്ഞിട്ടാണ്, അല്ലാതെ ഇറാൻ അവകാശപ്പെട്ടിട്ടല്ല. നമുക്ക് ഓർമ്മയുണ്ടാവും അത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഒറ്റയടിക്ക് അമേരിക്കയിലെത്തിയിട്ട് ട്രംപിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അവർ വലിയ തോതിൽ കരുത്തരായിട്ട് കരുത്താർജിക്കുന്നു, അത് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമുക്ക് വലിയ അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ കരുത്ത് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ തകർക്കണം. ഇതിനുള്ള നീക്കമാണ് ആത്യന്തികമായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയത്. ഒന്നുകിൽ ഇറാനെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്ന് വരിഞ്ഞു കെട്ടുക, അല്ല എന്നുണ്ടെങ്കിൽ ഇറാനെ തകർത്ത് കളയുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഭ്യന്തര കലാപം അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ഇറാൻ ഫലപ്രദമായി അതിജീവിച്ചു. അപ്പോൾ ഇനി ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഖാംനെയി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടു. പിന്നെ അതിന് തൊട്ടു പിന്നാലെ ആവിഷ്കരിച്ച്, ശരിക്കും പറഞ്ഞാൽ അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ സൈന്യത്തെ ഇറക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അതിനുവേണ്ടിയായിരുന്നു ഈ പടക്കപ്പലും മറ്റു പരിപാടികളൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ ഈ ആഭ്യന്തര കലാപത്തെ അതിജീവിച്ച് ലക്ഷക്കണക്കിന് ഇറാനികൾ ഖാംനെയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങും എന്ന് ഇവർ കരുതിയില്ല. എന്ന് മാത്രമല്ല, ഇതിന് പിന്നിലുള്ള അമേരിക്ക ഇസ്രായേൽ ഗൂഢാലോചന തെളിവ് സഹിതം IRGC പൊക്കും, അല്ലെങ്കിൽ അത് കണ്ടെത്തും. ചാരന്മാരെ മുഴുവൻ വധിക്കും, കൂട്ടക്കൊലപാതകം നടത്തി, അത് ഈ രാജ്യവിരുദ്ധരായിട്ടുള്ളവരെ മുഴുവൻ ഇറാൻ കൊന്നുകളയും, അതിൻ്റെ വേരറക്കും എന്നതൊന്നും അമേരിക്ക ആദ്യമേ കരുതിയിട്ടുണ്ടാവില്ല. അമേരിക്ക വിചാരിച്ചത് ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ വലിയ പ്രശ്നമാകും, അരാജകത്വം വരും, ജനങ്ങൾ മുഴുവൻ ഖാംനെയ്ക്ക് എതിരാകും എന്നൊക്കെയായിരുന്നു. പക്ഷേ അവിടെ കണക്കുകൂട്ടലിൽ തെറ്റി എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ ജനങ്ങൾ പൂർണ്ണമായും മണ്ടന്മാരല്ല. അവരെ സംബന്ധിച്ച് അവരാലോചിക്കുമ്പോൾ എന്താണ്, ഈ ഖാംനെയ് ഭരണകൂടം താഴെ വീണാൽ പിന്നെ സംഭവിക്കുന്നത് ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ചയാണ്. അവർ വരും, അവരെ സഹായിക്കുന്നത് ആരായിരിക്കും? അത് അമേരിക്കയായിരിക്കും. അപ്പോൾ അമേരിക്കയുടെ ഒരു കൊളോണിയൽ ജീവിതം വേണോ, അതോ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടത്തിനൊപ്പം നിന്ന് ഞങ്ങളുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണോ? അങ്ങനെ ഒരു ചിന്തയിലാണ് ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഖാംനെയ്ക്കൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖലയിലെ പ്രതിസന്ധിയും പരിഹരിക്കാൻ അവർക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ചാൽ തന്നെ അവരുടെ ഒരു വലിയ പ്രശ്നം കഴിയും. പിന്നെയുള്ളത് ഈ പറയുന്നത് പോലെയുള്ള അമേരിക്കയുടെ ഉപരോധം കൊണ്ടുള്ള സാമ്പത്തിക നഷ്ടമാണ്, അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല. ഇറാൻ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. ഇറാൻ ഏതെങ്കിലും രാജ്യത്തിലേക്ക് എണ്ണ കയറ്റി അയച്ചാൽ ആ രാജ്യത്തിന് അമേരിക്ക പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ ഉപരോധിക്കുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശാക്തിക ചേരിയാണ് ഇപ്പുറത്ത് ഇറാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യയും ചൈനയും ഒക്കെ ആയിട്ടുള്ള ഒരു ചങ്ങാത്തം, അറബ് രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധം, ഇതൊക്കെ ഇറാൻ ഒരു വശത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ട്രംപ് യുദ്ധകാഹളമൊക്കെ ആയിട്ട് വരുന്നത്. തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് ഇനി ഗൾഫ് രാജ്യങ്ങളെ കിട്ടില്ല, ഇസ്ലാമിക രാജ്യങ്ങളെ കിട്ടില്ല എന്ന നിലയിലേക്ക് ഒരു ദൂരവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം, അല്ലെങ്കിൽ വളരെ കഴിയുമ്പോൾ വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ട്രംപ് ഈ നീക്കം നടത്തുന്നത്. അങ്ങനെ ട്രംപ് പടക്കപ്പലും പരിപാടികളൊക്കെ ആയിട്ട് വന്നു. അത് വന്നതിന് ശേഷം പക്ഷേ ഇപ്പോൾ ട്രംപിന് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം.
കഴിഞ്ഞ സൈനിക യോഗത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിൽ ഇപ്പോൾ ഒരു യുദ്ധം നടത്തിയാൽ രണ്ട് കൂട്ടർക്കും വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവർക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ ആയുധങ്ങൾ, അവരുടെ സെറ്റപ്പ് എന്നൊക്കെ അവർ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ്. ഉദാഹരണത്തിന് ഒരു 10,000 രൂപയുടെ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ തകർക്കുക ചിലപ്പോൾ അമേരിക്കയുടെ $10 ബില്യൺ വിലയുള്ള കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നഷ്ടം അമേരിക്കയ്ക്കായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ട്രംപ് എങ്ങനെയെങ്കിലും തടി ഊരാം എന്ന് വിചാരിച്ചിട്ടുള്ള ചില നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ യുദ്ധഭീഷണി നിലനിൽക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു തീവ്രത വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റഫ അതിർത്തി തുറന്ന് പലസ്തീനിലെ പല ചികിത്സയ്ക്കായിട്ട് റഫ അതിർത്തിയിലൂടെ അപ്പുറത്തേക്ക് പോയി ആശുപത്രികൾ ചികിത്സ തേടുന്നതിന് ഉള്ള ഒരു കരാർ ഈ ഒരു സമാധാന കരാറിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് തുറക്കേണ്ടതിൻ്റെ വളരെ അടുത്ത ദിവസമാണ് ഇസ്രായേൽ വീണ്ടും പലസ്തീനെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ അവിടെ ആ ഒരു സംഘർഷം നിലനിൽക്കുമ്പോൾ കൂടുതൽ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുകയല്ലേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ? അല്ല, ഇപ്പോൾ ഇറാനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വിഷയം ഗസയെ വീണ്ടും ഒരു കുരുതിക്കളമാക്കിയിട്ട് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറാനുമായിട്ടുള്ള ഒരു കൊമ്പുകോർക്കലിൽ പണി പാളി എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടു. അപ്പോൾ ഇനി വീണ്ടും ശ്രദ്ധ മുഴുവൻ ഈ ഗസയിലേക്ക് കൊണ്ടുവന്നിട്ട് ഗസയിൽ എന്തെങ്കിലും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയിട്ട് ആ പേരും പറഞ്ഞിട്ട് വേണമെങ്കിൽ അമേരിക്കയെ അവിടെ നിന്ന് വലിക്കാം. അപ്പോൾ അമേരിക്ക പറയുകയാണ് ഇറാനുമായി ഇപ്പോൾ തൽക്കാലം ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഗസയിൽ വലിയ പ്രശ്നം, ഞങ്ങൾ അത് പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ട്രംപ് അങ്ങോട്ട് ഓടും, പതുക്കെ കപ്പലുകൾ ബാക്കോട്ട് വരും. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ട്രംപ് പറയും ഞങ്ങളുടെ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ നടത്തിയ നിരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇറാൻ്റെ പക്കൽ ആണവായുധമില്ല എന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരെ വെറുതെ വിട്ടിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഒന്നുകിൽ അങ്ങനെ പറയും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മേഖലയെ ഒരു യുദ്ധക്കളമാക്കാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തിരിയുകയാണ് എന്ന് പറഞ്ഞ് പിന്തിരിയും. ഇതൊക്കെയാണ് ട്രംപ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അത് എങ്ങനെയെങ്കിലും തടി ഊരണം. കാരണം അടി തുടങ്ങിയാൽ പണി കിട്ടുമെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ പറയുന്നത് ആലങ്കാരികമായിട്ട് ഞാൻ പറയാം, യുദ്ധം ചെയ്തിട്ട് പോയാൽ മതി, നിങ്ങൾ ഇതിലൊരു തീർപ്പുണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന നിലയിലേക്ക്. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി എന്ന് മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ്റെ പടക്കപ്പലുകൾ കണ്ടിട്ടാണ്, ഇറാൻ്റെ സന്നാഹങ്ങൾ കണ്ടിട്ടാണ്. ഇറാനും റഷ്യയും ചൈനയും ചേർന്നിട്ടുള്ള സംയുക്ത നാവികാഭ്യാസവും കരസേനയും വ്യോമസേനയും ഒക്കെ ചേർന്നിട്ടുള്ള അഭ്യാസങ്ങൾ കണ്ടിട്ടാണ്. ഇറാൻ്റെ പടക്കപ്പലുകളും ചെറു ബോട്ടുകളും, ഈ കപ്പലുകൾ തകർക്കുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ബോട്ടുകളുണ്ട്, പ്രേത ബോട്ടുകൾ എന്നാണ് അതിനെ മലയാളം പറയുക. അപ്പോൾ അത്തരം വലിയ വലിയ സന്നാഹങ്ങൾ ഇറാൻ ഇറക്കുകയാണ്. ഹൂത്തികൾ ഒരു വശത്ത് കപ്പൽ മുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലൂടെ, ചെങ്കടലിൻ്റെ സൈഡിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത് അടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നീക്കിയാൽ ചിലപ്പോൾ ഹൂത്തികൾ കയറിയിട്ടിരിക്കും. പിന്നെ അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാൻ ഭരണകൂടം വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കിയിട്ടേ ഇനി ഞങ്ങൾ അടങ്ങുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ചർച്ചയ്ക്ക് വാ, ഞങ്ങൾ പറയുന്നിടത്ത് ചർച്ച നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഒരു ചർച്ചാ തീരുമാനം ഉണ്ടാക്കാൻ ഇറാനും തയ്യാറാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് വാ, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വാ, അല്ലാതെ വെറുതെ കിടന്ന് ഇനിയും ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഖാംനെയി പ്രത്യക്ഷപ്പെട്ടത്. ഖാംനെയി അമേരിക്കയെ ഭയപ്പെടുകയാണ്, ഇറാൻ അമേരിക്കയെ ഭയപ്പെടുകയാണെങ്കിൽ ഖാംനെയി ബങ്കർ എന്ന് പറയുന്ന ശരിക്കുമുള്ള ബങ്കറിൽ ഒളിച്ചിരുന്നേനെ. അങ്ങനെ ഇരിക്കാത്തത് എന്താ? അദ്ദേഹം പൊതുവിടത്തിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്താ? ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇറാന് ഭയമല്ല, ഇറാനൊരു തീർപ്പാണ് ആവശ്യം. കാരണം ഇറാൻ ഇപ്പോഴും ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നത് ഇന്നലെ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ്. അമേരിക്ക തകർത്തു എന്ന് പറയുന്ന ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കൊണ്ടുവന്ന് അവരത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവീകരിക്കുക കൂടുതൽ മേഖലയിലേക്ക് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക അന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു. ഈ പറയുന്ന 2 ആണവ റിയാക്ടറുകൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അമേരിക്ക അട്ടപ്പട്ടലം പൊളിയാണ്. ഇറാൻ ഒന്നും അനുസരിക്കുന്നില്ല. ഇറാൻ എന്നിട്ട് തിരിച്ചടിക്കാനുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കുക. അതായത് ട്രംപ് എങ്ങനെയെങ്കിലും ചർച്ചയ്ക്ക് വന്നിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാം, കരാറിലൂടെ തീർക്കാമെന്ന് പറയുമ്പോൾ ഇറാൻ പറയുന്നത് അങ്ങനെ കരാറിലൂടെ തീർക്കണ്ട, ഞങ്ങൾ പറയുന്നത് കൂടി ചേർത്തിട്ട് നിങ്ങൾ കരാറുണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അമേരിക്ക പറയുന്നത് എന്താണെന്നറിയോ? ഒന്ന്, പ്രക്ഷോഭകാരികളെ മുഴുവൻ വെറുതെ വിടണം, രാജ്യവിരുദ്ധരായിട്ട് ഇറാൻ പിടിച്ചു വെച്ചിരിക്കുന്നവരെ മുഴുവൻ വെറുതെ വിടണം, അതിൽ അവരുടെ ആളുകളും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. 2, പറയുന്നത് ഇനി മേലാൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കരുത്, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ഇറാൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന മിസൈലുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. 3ാമത്തെ കാര്യം, ആണവ പരീക്ഷണം നടത്തരുത്, പൂർണ്ണമായും നിർത്തണം.
ഇത് 3 ഇറാന് പറ്റില്ല. അപ്പോൾ ഇറാൻ പറയുന്നത് ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റുന്നത് എന്താണ്, അത് ഞങ്ങൾക്ക് കൂടി ഗുണകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആയുധം ഉണ്ടാക്കില്ല എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് തരാം, പക്ഷേ ആണവോർജ്ജവും ആണവരീക്ഷണവും പറ്റില്ല എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ പറ്റില്ല എന്ന നിലയിലേക്ക് ഇറാൻ നിൽക്കുമ്പോൾ ഇതിനി പരിഹരിക്കണമെങ്കിൽ അമേരിക്ക ഈ ഇറാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ഖാംനെയി പറയുന്നത് അനുസരിക്കാതെ ട്രംപിന് ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല. കുടുക്കിലായി. കാരണം പോയി കഴിഞ്ഞാൽ വില പോയി, അമേരിക്കയുടെ മുഴുവൻ വിലയും പോയി, ട്രംപിൻ്റെ സർവ്വ നിലയും വിലയും പോകും, ഈ സർവ്വ അഹങ്കാരവും ആത്മാഭിമാനവും ധാർഷ്ട്യവും ഒക്കെ നശിക്കും. ഇത്രയേ ഉള്ളൂ ട്രംപ്, ഇത്രയേ ഉള്ളൂ അമേരിക്ക എന്ന് ലോകം ചോദിക്കും, നാണം കെട്ടു. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഈ കരാർ ഒപ്പിടണം. പക്ഷേ ഈ കരാറിൽ അമേരിക്ക പറയുന്ന പോലെ ഒപ്പിടാതെ ഇറാൻ അപ്പുറത്ത് യുദ്ധസന്നാഹങ്ങൾ ഓരോ ദിവസവും ശക്തമാക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നല്ല പ്രതികരണം വരുന്നത്, മൊത്തം ഇറാനാണ് പറയുന്നത്. ഇറാൻ്റെ വലിയ സന്നാഹങ്ങളാണ് വരുന്നത്, ഇറാൻ്റെ പടക്കപ്പലുകളാണ് വരുന്നത്, ഇറാൻ്റെ ഡ്രോണുകളും ഇറാൻ്റെ പുതിയ പുതിയ മിസൈലുകളുമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയെ കടത്തിവെട്ടി യുദ്ധത്തിൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ള നിലപാട്, പണ്ട് അമേരിക്ക പറഞ്ഞാൽ യുദ്ധം എന്നായിരുന്നു, ഇപ്പം നേരെ തിരിഞ്ഞു. ഇറാനൊന്ന് ഞൊടിച്ചാൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകരുമെന്ന നിലയിലേക്ക് മാധ്യമങ്ങളുടെ ചർച്ചയടക്കം മാറി. അപ്പോൾ ഇനി ട്രംപിനെ സംബന്ധിച്ച് ഇതിലൊരു തീർപ്പുണ്ടാക്കാതെ പോകാൻ പറ്റില്ല. ആ തീർപ്പെന്ന് പറയുന്നത് ഇറാനും കൂടി പറയുന്നത് അനുസരിക്കേണ്ടി വരും, അല്ലാതെ തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇറാൻ അങ്ങനെ വെറുതെ വിടുകയില്ല ഇനി ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ. അതുകൊണ്ട് ഒന്നുകിൽ ഒരു യുദ്ധമുണ്ടാകാതെ ഇറാൻ്റെ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന വിധത്തിൽ ഇറാൻ വിജയിക്കുന്ന വിധത്തിലേക്ക് ഒരു 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 കരാർ ഉണ്ടാക്കിയിട്ട് അവസാനിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അധികം വൈകുന്നതിന് മുമ്പ് ആ USS എബ്രഹാം ലിങ്കന് നേരെ ഹൂത്തികളുടെ ഒരു ആക്രമണം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പോകാതിരിക്കാൻ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഇടപെടുത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് പോയി ഇറാൻ്റെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ട്രംപ് ഒരു കരാറിൽ ഒപ്പിടാനാണ് സാധ്യത. അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിലും ഇറാൻ കുഴപ്പമൊന്നുമില്ല, ഇറാൻ അവരുടെ പണി തുടങ്ങട്ടെ, ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇറാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അംഗീകരിച്ച് നിരുപാധികം പിന്മാറേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇറാനെ കീഴ്പ്പെടുത്തി അമേരിക്ക ജയിക്കും, അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക പറയുന്നത് മുഴുവൻ കേട്ട് പേടിച്ച് സാഷ്ടാംഗം പ്രണമിക്കും എന്ന ചിന്തകൾക്കൊന്നും ഇനി ഒരു സ്ഥാനവുമില്ല.